അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുന്നു. കണ്ടതും കേട്ടതും. രസകരമാണിത്. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ LDFന് എന്നും വലിയ വിജയം നൽകുന്ന സ്ഥലമാണ് കോഴിക്കോട്. പക്ഷേ അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമാണ് അല്ലെങ്കിൽ ചരിത്രമാണ് സമീപകാല രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആദ്യകാലം മുതലേ വേരോട്ടമുള്ള കോഴിക്കോട് ഒരേ ഒരു തവണയാണ് കമ്മ്യൂണിസ്റ്റുകാരനെ പാർലമെന്റിലേക്ക് അയച്ചത്. ചരിത്രത്തിൽ ഇടം പിടിച്ച ആ വിജയം EK ഇമ്പിച്ചി ബാവയുടേതാണ്. 1937 സെപ്റ്റംബറിൽ കോഴിക്കോട്ടെ വ്യാപാര സ്ഥാപനത്തിൽ ഒത്തുകൂടിയ 4 സംഘമുണ്ട്. പി കൃഷ്ണപിള്ള, NC ശേഖർ, EMS നമ്പൂതിരിപ്പാട്, K ദാമോദരൻ എന്നിവർ. അവിടെ കമ്മ്യൂണിസ്റ്റ് രൂപരേഖ അവതരിപ്പിക്കാൻ എത്തിയത് SV ഘാട്ടെ. അങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ധാരക്ക് തുടക്കമിട്ട മണ്ണാണ് ഈ കോഴിക്കോട്. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലത്തോട്ടാണ് മണ്ഡലത്തിന്റെ ചായ്വ്. എന്നു മാത്രമല്ല, ചെങ്കൊടി പാറിച്ചത് ഒരു തവണ മാത്രം. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വിജയിച്ച ഏക പോരാളി പൊന്നാനിക്കാരൻ EK ഇമ്പിച്ചി ബാവ. ബിജോയെ പറ്റി പറയുന്നത് പ്രാക്ടിക്കലായ ഒരു മനുഷ്യനാണ്. തെരഞ്ഞെടുപ്പിൽ നല്ല പ്രകടനമാണ് ഇമ്പിച്ചി ബാവയുടെ ആ സമയത്തുണ്ടായിട്ടുള്ളത്. 1980 ഇമ്പിച്ചി ബാവയുടെ വിജയം. ജനതാ പാർട്ടിയുടെ അരങ്ങിൽ ശ്രീധരനെ 40,695 വോട്ടിനാണ് തോൽപ്പിച്ചത്. അതിനു മുൻപും ശേഷവും അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച ആരും വിജയക്കൊടി പാറിച്ചിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് വരുമ്പോൾ ബേപ്പൂര്, കുന്നമംഗലൊക്കെ കോഴിക്കോട് പോകുമ്പോൾ വയനാടിന്റെ ഒരു ഭാഗം കംപ്ലീറ്റ് വയനാട്ടിലേക്ക് തന്നെ പോയല്ലോ. അപ്പോൾ ഏറ്റവും നോക്കുമ്പോൾ ഏറ്റവും ഷുവർ ഷീറ്റ് CPM ഏറ്റവും ജയിക്കാൻ പറ്റിയ ഷുവർ ഷീറ്റ് കോഴിക്കോടാണ്. പക്ഷേ പാർലമെന്റ് വരുമ്പോൾ നേരെ മറിച്ച് കൂടുതൽ വോട്ട് കോൺഗ്രസിനാണ് സാധാരണ ഇവിടെ ചെയ്യൽ. കേന്ദ്രം നോക്കിയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ കോൺഗ്രസ് വരണം എന്നുള്ള താല്പര്യം കൊണ്ടാണ് കോഴിക്കോട്ടുകാർ കൂടുതലും ചെയ്യുന്നത്. 2009 മണ്ഡലം പുനർനിർണയത്തിന് ശേഷം അസൽ ഇടതു കോട്ടയാണ് കോഴിക്കോട്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ കൊടുവള്ളി മാത്രമാണ് UDFനൊപ്പമുള്ളത്. എന്നിട്ടും കഴിഞ്ഞ 3 തവണയും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച CPIM സ്ഥാനാർത്ഥികൾ കണ്ണൂർക്കാരൻ MK രാഘവന് മുന്നിൽ അടിപതറി. കോഴിക്കോട് നിന്നും അമൽ വടകരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24. അങ്ങനെ EK ഇമ്പിച്ചി ബാവയുടെ ആ തെരഞ്ഞെടുപ്പ് കഥ, അത് എന്താണ്, ഒരു കോഴിക്കോടിൻ്റെ പ്രത്യേകത. നമ്മൾ ഇങ്ങനെ ഒരു ചരിത്രം കോഴിക്കോടിനുണ്ടോ എന്നത് ഒരു പക്ഷേ ഈ റിപ്പോർട്ട് കാണുമ്പോഴാണ് മനസ്സിലാകുക, അല്ലേ? അതെ, ഈ പറയുന്ന ലോക്സഭ എന്ന് പറയുന്ന ആ മണ്ഡലം വരുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന ഒരുപാട് ഒന്നിലധികം നിയമസഭാ മണ്ഡലങ്ങൾ വരും സ്വാഭാവികമായിട്ടും. അവിടെയൊക്കെ ഏത് ആൾക്കാർക്കാണ് മുന്നേറ്റമുള്ളത്, പക്ഷെ അതൊന്നുമല്ല ലോക്സഭയിൽ പ്രതിഫലിക്കുക. അതാണ് അതിന്റെ പ്രത്യേകത. ചില മണ്ഡലങ്ങൾ അങ്ങനെ ചില പ്രത്യേകതകൾ ഉള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.